ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള സിനിമയില്ലേ നമ്മളെ കേരള സ്റ്റോറി, ഭയങ്കര ചർച്ചയാണ്. കാരണം വായിക്ക് നിർബന്ധിപ്പിച്ചിട്ട് ബീഫൊക്കെ കഴിച്ചിട്ടേ മതം മാറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സംവിധായകനോട് ചോദിച്ചു, പ്രൊഡ്യൂസറിനെ ആരോടൊന്നും ചോദിച്ചു, സിനിമ ഉണ്ടാക്കാനോട് ഇങ്ങനൊരു സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു അത് മധ്യപ്രദേശിലാണ്. എന്ന് വെച്ചാൽ എങ്ങനെയാണെങ്കിൽ ഉളുപ്പില്ല, എനിക്ക് മധ്യപ്രദേശ് സ്റ്റോറി എന്നാണ് പേരിട്ടൂടെ. കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ കഥയല്ലേ. പിന്നെ ഇവർ സിനിമ ഉണ്ടാക്കിയ ആൾക്കാരോ പൊട്ടന്മാരാണ്. കാരണം എന്താ പറയുക, ബീഫൊക്കെ വായിൽ കയറ്റി നിർബന്ധിപ്പിച്ചൊക്കെ മതം മാറ്റണമെങ്കിൽ എത്ര ദാരിദ്ര്യമായിരിക്കില്ല ഇവർക്ക്. ബീഫിൻ്റെ ഉള്ളിൽ വല്ല ആൽക്കഹോളിൻ്റെ കണ്ടൻറ് ഉണ്ടോ? അല്ലെ ഇങ്ങനെ ബീഫൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ തല കറങ്ങി കിക്കായിട്ടൊക്കെ മതം മാറ്റണമെങ്കിലേ ചില്ലറ ദാരിദ്ര്യമല്ല. ഏതായാലും പറഞ്ഞു വരുന്നതല്ല. കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ബീഫ് നിർബന്ധിപ്പിച്ച് വായിക്കിട്ട് കൊടുക്കേണ്ട അതല്ല കേരള സ്റ്റോറി. ഇന്നലെ ഇവിടെ എറണാകുളം പരമ്പരി നഗറിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതാ സ്ക്രീനിൽ കാണുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതൊക്കെയാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. ഇതാണ് സഫാന. സംഭവം എന്താണെന്ന് വെച്ചാൽ സഫാനയും സുഹൃത്ത് അമൽദാസും മതേതരത്വം പൂത്തുലഞ്ഞല്ലോ. ഇതൊക്കെയല്ലേ കേരള സ്റ്റോറി. ചിരിക്കേണ്ട ചിരി കണ്ട മക്കളെ. അതായത് വല്ല PSC റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ട് ജോലിക്ക് കയറുന്ന ചിരിയല്ലത്. ഒരു ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തിട്ട് ഇളിക്കേണ്ട ഇളിയാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഇളിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെവി കേൾക്കാത്ത ഒരാളെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ടിട്ട് ഹോട്ടൽ റൂമൊക്കെ വിളിച്ചു. ഹോട്ടൽ റൂമിൽ എത്തിയപ്പോൾ മനസ്സിലായത് ഇവർ 4 ആളുണ്ട്. 4 ആളെന്ന് പറഞ്ഞാൽ സഫാനിൻ്റെ ഒപ്പം ഇത് ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ പറയണില്ല. അത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇയാൾ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൽ ഇവരെല്ലാവരും കൊണ്ടാണ് ഇടിച്ച് ഒരു വഴിക്കാക്കി ചങ്ങായിനെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവന് അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവൻ്റെ ഒപ്പമുള്ള ആൾക്കാരെ വീഡിയോ എടുക്കും. എന്നിട്ട് ഇവനും മരിക്കേണ്ട വരെ ഈ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പണം തട്ടുള്ള പരിപാടിയാണ്. അത് പൊളിഞ്ഞ്. അപ്പോൾ സഫാന എന്നൊക്കെ പറയുമ്പോൾ ഒപ്പം അമൽദാസ്, ഇതൊക്കെയല്ലേ കേരള സ്റ്റോറി. അല്ലാതെ ബീഫ് നിർബന്ധിപ്പിച്ച് വായിക്ക് കുത്തി കയറ്റുണ്ടല്ല കേരള സ്റ്റോറി. ഇന്നലെ പനമ്പള്ളി നഗറിൽ നടന്നതാണ് കേരള സ്റ്റോറി, യഥാർത്ഥ കേരള സ്റ്റോറി ട്ടാ. എന്തല്ലേ ഒരു അവസ്ഥ ആലോചിച്ച്. ഇവൾക്കറിയാം ഇവളെ ഇളിക്കേണ്ട ഓരോ ഇളി നിയമത്തിനെ നോക്കിയിട്ട് കൊഞ്ചനം കുത്തുണ്ടാണ്. കാരണം ഓൾക്കറിയാം ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇനി ജയിലിൽ കയറിയാലും തിരിച്ചതേപോലെ ഇറങ്ങിപ്പോരാന്നും വീണ്ടും ഈ പരിപാടി ആവർത്തിക്കും. കാരണം അതിന്മേ കുറേ പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ് ഇൻസ്റ്റഗ്രാം ID, ഇവളേതാ? സ്വാഭാവികമാണ്. ഇവൾ ജയിലിൽ നിന്ന് റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഒരു സെലിബ്രിറ്റി ആവും, ഒരു സംശയമില്ല. കാരണം കുറേ മന്ദന്മാരായ ആൾക്കാർ ഇവിടെ കേരളത്തിലില്ലേ. ഇതൊക്കെ തന്നെ കേരള സ്റ്റോറി. എന്നിട്ട് ഓളെ ഇൻസ്റ്റാഗ്രാം ID ചോദിച്ചു വരും, ഇവൾ സെലിബ്രിറ്റി ആവും. സ്വാഭാവികം. അങ്ങനെ സഫാനി സെലിബ്രിറ്റി ആയി മാറാനുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. എത്ര അതപ്പതിച്ച ലോകമല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കണം, പണ്ടൊന്നും ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ ഇനി. എന്നിട്ട് ഓളെ ഒരു ഉളുപ്പില്ലാതെ സ്റ്റേഷനിൽ ചിരിക്കേണ്ട ചിരി. ഇവളിത് വല്ല ദുബായിലോ സൗദി അറേബ്യയിലൊക്കെ ആയിരുന്നെങ്കിൽ ഇവൾ ഇളിക്കോ? ഒരിക്കലും ഇളിക്കില്ല. അവളെ നെഞ്ചും കൂടാണ് തകരും. പേടിച്ച് മുട്ടുകാല് വറക്കും അവിടെ. കാരണം നിയമം അവിടെ സ്ട്രോങ്ങാണ്. ഇവിടുത്തെ നിയമം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇവൾ നിയമത്തിനെ നോക്കി കൊഞ്ചനും കുത്താണ്. ഒരു സംശയമില്ല. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാന്നൊക്കെ പറഞ്ഞിരുന്നത് അതൊക്കെ പണ്ട്, ഇപ്പോഴല്ല. കാരണം ഓരോ ദിവസം പത്രം എടുത്ത് നോക്കുമ്പോൾ ഇതേപോലുള്ള ക്രിമിനൽ കേസാണ്. രാവിലെ തന്നെ പത്രം എടുത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ലഹരി കേസ്, കഞ്ചാവ് കേസ്, പീഡന കേസ്, അച്ഛൻ മകളെ പീഡിപ്പിച്ചു, സഹോദരിയെ പീഡിപ്പിച്ചു, ഷിംജിത ബസ്സിൽ വെച്ച് ഒരാളെ മാനസികമായി തളർത്തി അയാൾ ആത്മഹത്യ ചെയ്തു. എന്തെല്ലാം കേൾക്കുന്നത് അല്ലേ. പോസ്പോ കേസ് വേറെ, പൂജാരിനെ അറസ്റ്റ് ചെയ്തു, മദ്രസ അധ്യാപകനെ അറസ്റ്റ് ചെയ്തു, പള്ളിയിലച്ഛനെ അറസ്റ്റ് ചെയ്തു, മഹാഷിനെ അറസ്റ്റ് ചെയ്തു. എന്തിന്? ഫിലിപ്പ് മമ്പാട് എന്നുള്ള പോലീസുകാരനെ വരെ അറസ്റ്റ് ചെയ്ത വാർത്ത കഴിഞ്ഞ ആഴ്ചയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു കെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള സംഭവങ്ങൾ വരുന്നതിന് യാതൊരു പുതുമില്ല. അപ്പോൾ പറഞ്ഞു തന്നെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടൊക്കെ പണ്ട്, ഇപ്പം അല്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതിൽ മെച്ചം കേരളം. നോർത്ത് ഇന്ത്യ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ നമ്മൾ ഉള്ളതിലൊക്കെയുള്ള മെച്ചമുള്ള ഒരു സ്ഥലം കേരളം. അത്രേ ഉള്ളൂ. ഈ കാര്യത്തിന് മാത്രമോ? എല്ലാ ഉള്ളിലും വർഗീയത നിറഞ്ഞിട്ടില്ല ഈ കാലത്ത്? ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റും? ഒന്നും പുറത്ത് കാണിക്കില്ലാണുള്ളൂ. എല്ലാവരും ഉള്ളിലും ഉണ്ട് നമ്മളാളെന്നൊക്കെ ആ ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒരു തൊപ്പി വെച്ച ഒരാൾ ഒരു കാവിത്തുണി എടുത്തിട്ടുള്ള ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വൈറലാവണം. നബിദിനത്തിന് എന്തെങ്കിലും ഒരു വെള്ളം സ്വീകരണം കൊടുത്തു കഴിഞ്ഞാൽ അത് ബമ്പം വൈറലാവണില്ലേ. ഇതൊക്കെ പണ്ട് മുതലേ നടക്കുന്ന സംഭവങ്ങളല്ല. പക്ഷേ ഈ കാലത്ത് അതൊരു വമ്പ സംഭവമായിട്ട് മാറുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ഉള്ളിലും വർഗീയത നിറഞ്ഞു നിന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഈ ക്രിമിനൽ പ്രവൃത്തി മറ്റുള്ള സംഭവങ്ങളെല്ലാം കേരളത്തിൽ അരങ്ങേറുന്നുണ്ട്. പക്ഷേ ഉള്ളിലൊരു തുരുത്ത്, ഒരു സ്വർഗം. ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു സ്വർഗ്ഗമാണ് കേരളം, അത്രേ ഉള്ളൂ. അല്ലാതെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയാനുള്ളതൊന്നും ഞങ്ങളുടെ ഭാവിയിൽ എന്താവുന്നില്ല. ഒരു പേടിയാവുക. കാരണം ഇപ്പം തന്നെ ഇങ്ങനെയാണ്. ഇപ്പം ഇനി ഭാവി ഒരു 50-100 കൊല്ലം കഴിഞ്ഞാൽ എന്തേ കാര്യം ഇവിടുത്തെ അവസ്ഥ?
ഏതായാലും ദൈവം രക്ഷിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും ഇതിന് പറയാനില്ല.